ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ പി.വി. അൻവറിന്റെ നേതൃത്വത്തിൽ പണം എറിഞ്ഞ് ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമമെന്ന് സിപിഐഎം എടകര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ. ചുങ്കത്തറ സർവീസ് ബാങ്കിലെ 33 ലക്ഷം കുടിശ്ശിക അടച്ചു തീർക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് ഒരംഗത്തെ ചാക്കിട്ട് പിടിച്ചത്. DCC പ്രസിഡന്റ് VS ജോയിയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഇസ്മായിലിന്റെയും നേതൃത്വത്തിൽ രാവിലെ 6:30 11 അംഗവുമായി മതിൽ ചാടി കടന്നാണ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്ത് കയറിയത്. മഞ്ചേരി ഒതായി പ്രദേശത്ത് നിന്നായി ടൂറിസ്റ്റ് ബസ്സിൽ പ്രത്യേക ബനിയൻ ധരിപ്പിച്ച് ക്രിമിനലുകളെ ഇറക്കിയതായും ടി രവീന്ദ്രൻ പറഞ്ഞു. ചുങ്കത്തറ പഞ്ചായത്തിലെ LDF ഭരണം അട്ടിമറിക്കാൻ, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പണാധിപത്യം വന്നിരിക്കുകയാണ്. പി.വി. അൻവറിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടമാണ്. അപ്പോൾ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിട്ടാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ കൂറുമാറും എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്ക് ചുങ്കത്തറ സർവീസ് ബാങ്കിൽ 33 ലക്ഷം റുപ്യന്റെ ലോൺ ഉണ്ട്. അത് കുടിശ്ശികയായിട്ടുണ്ട്, അത് ജപ്തിയായിട്ടുണ്ട്. ആ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ സഹകരണ ബോർഡ്, ആ ഭരണസമിതി ഏതാണ്ട് 5 ലക്ഷം രൂപ ഇതിൽ കുറച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 27 ലക്ഷം രൂപ പി.വി. അൻവർ എന്ന ആൾ ഇവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൂറുമാറ്റം നടന്നിരിക്കുന്നത്. അപ്പോൾ